എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ്, അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്താണ്? ലാഭം മാത്രം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്താണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, കുത്തക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. കച്ചവട ബന്ധമുള്ള സ്ഥലങ്ങളെ രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി കോളനികളാക്കി മാറ്റുന്നത് അറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ കച്ചവട ബന്ധമുള്ള സ്ഥലങ്ങളെ രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ചൂഷണം നടത്തി കോളനികളാക്കി മാറ്റുന്നത് അറിയപ്പെടുന്നത് എന്താണ്? കച്ചവട ബന്ധമുള്ള സ്ഥലങ്ങളെ രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി കോളനികളിലാക്കി മാറ്റുന്നത് അറിയപ്പെടുന്നത് എന്താണ്? തൊഴിലാളിവൽക്കരണം, ആഗോളവൽക്കരണം, കോളനിവൽക്കരണം, ഉദാരവൽക്കരണം. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം എന്താണ്? കോളനിവൽക്കരണമാണ്. എന്താണ് കോളനിവൽക്കരണം? കച്ചവട ബന്ധമുള്ള സ്ഥലങ്ങളെ രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി കോളനികളാക്കി മാറ്റുന്നതിനെയാണെന്ത്? കോളനിവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. കോളനികളിൽ നിക്ഷേപം നടത്താൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? അപ്പോൾ കോളനികൾ എന്താണ്? മുതലാളിത്ത രാജ്യങ്ങൾ ധാരാളമായി നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. അതിന് അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? അപ്പോൾ താഴെ തന്നിരിക്കുന്നത് നോക്കാം. തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് കോളനികൾ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. ഈ മൂന്ന് കാര്യങ്ങളാണെന്ത്? കോളനികളിൽ നിക്ഷേപം നടത്താൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അപ്പോൾ കോളനികളിൽ നിക്ഷേപം നടത്താൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. ഒന്നാമത്തെ ഘടകം എന്താണ്? തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. മൂന്നാമത്തേതോ കോളനികളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? കോളനികളിൽ നിക്ഷേപം നടത്താൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? പ്രധാനമായും 3 ഘടകങ്ങളായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ ഘടകങ്ങൾ? തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി, വളരെ കുറഞ്ഞ കൂലിയായിരുന്നു എന്ത്? തൊഴിലാളികളുടേത്. അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ധാരാളം അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കോളനികൾ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. ഈ 3 ഘടകങ്ങളാണെന്ത്? കോളനികളിൽ നിക്ഷേപം നടത്താൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചിലപ്പോൾ തെറ്റായതൊക്കെ തിരഞ്ഞു വരുമ്പോൾ ഈ തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി എന്നുള്ളത് ചിലപ്പോൾ ഉയർന്ന കൂലി എന്ന് തരാം. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത എന്നുള്ളത് എന്താണ്? അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് തരാം. അതുപോലെ കോളനികളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചിലവ് എന്നുള്ളത് ചിലപ്പോൾ കൂടിയ ചിലവ് എന്നൊക്കെ ആക്കിയിട്ടാണ് എന്ത്? സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റായിട്ട് സാധാരണ തരാനുള്ള ഒരു ചാൻസ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇതിലെങ്ങനെ തെറ്റ് വരാം എങ്ങനെ തെറ്റായിട്ട് തരാം എന്നുള്ള ആ ലെവലിൽ നമ്മൾ പഠിച്ചു വെക്കണം.
കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം അറിയപ്പെടുന്നത്. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? കോളനിവൽക്കരണം, സാമ്രാജ്യത്വം, സാമ്പത്തികവൽക്കരണം, ചൂഷണം. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സാമ്രാജ്യത്വമാണ്. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം അറിയപ്പെടുന്നത് സാമ്രാജ്യത്വമാണ്. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? സാമ്രാജ്യത്വമാണ്. സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളത് താഴെ നിന്നുള്ള പ്രസ്താവനയിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും വ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. ഈ 4 കാര്യങ്ങളും എന്താണ്? സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ ബാധിച്ച കാര്യങ്ങളാണ്. അപ്പോൾ സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളും എന്താണ്? ഈ 4 വിധത്തിലും കോളനികളെ അത് ബാധിച്ചു. എങ്ങനെയൊക്കെ ബാധിച്ചു? കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. കോളനികളുടെ പരമ്പരാഗതമായ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തു? തകർന്നു. കോളനികൾ ഉണ്ടായിരുന്ന ഭരണരീതിയും നിയമവ്യവസ്ഥയും എന്ത് ചെയ്തു? മാറ്റിമറിക്കപ്പെട്ടു. അതുപോലെ പരമ്പരാഗതമായിട്ട് ഭക്ഷ്യവിളകളായിരുന്നു എന്ത് കോളനികളിലൊക്കെ കൃഷി ചെയ്തിരുന്നത്. അതിന് പകരം നാണ്യവിളകൾ ചെയ്യാൻ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. ദാരിദ്ര്യം എന്താണ്? ഈ ഭക്ഷ്യവിളകളൊക്കെ മാറ്റി നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? നന്നായി ക്ഷാമം അനുഭവപ്പെട്ടു. അങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ചു. അതുപോലെ തൊഴിലില്ലായ്മയും എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇവരുടെ ചൂഷണ ഫലമായി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. അവിടെ കോളനികളിൽ നിലനിന്നിരുന്ന ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾക്ക് പകരം എന്ത് ചെയ്തു? പരമ്പരാഗതമായി ഭക്ഷ്യവിളകളായത് കൃഷി ചെയ്തിരുന്നത്. അതിന് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കോളനികളൊക്കെ നിർബന്ധിതരായി. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളല്ലാത്ത രാജ്യം. ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി, റഷ്യ. ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി, റഷ്യ. ഇതിൽ ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളല്ലാത്ത രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റഷ്യയാണ്. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി, ഈ 4 രാജ്യങ്ങളാണ് എന്ത് ത്രികക്ഷി സഖ്യം എന്നറിയപ്പെടുന്ന സഖ്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി. ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി. റഷ്യ എന്താണ്? ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങളാണ്. അടുത്ത ചോദ്യം നമ്മൾ അതാണ്, ത്രികക്ഷി സൗഹാർദ്ദമാണ്. അപ്പോൾ ഇതിൽ ത്രികക്ഷി സഖ്യത്തിലെ അംഗമല്ലാത്തത് റഷ്യയാണ്. റഷ്യ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗമാണ്. അപ്പോൾ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവയായിരുന്നു എന്ത് ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഇംഗ്ലണ്ട്, റഷ്യ, ഇറ്റലി, ഫ്രാൻസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താ? ഇറ്റലി എന്താണ്? ത്രികക്ഷി സഖ്യത്തിലെ അംഗമാണ്. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ ആരായിരുന്നു? ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ ആരാണ്? റഷ്യ. അപ്പോൾ റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ. BRF എന്ന് പഠിച്ചാൽ മതി. ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. BRF. നമ്മൾ MRF ഉണ്ടല്ലോ, MRF ടയർ. അപ്പോൾ അത് BRF. അതിൽ എമ്മിന് പകരം ബി എന്ന് ഓർത്തിയാൽ മതി. MRF. അതിലൊരു എഫ് വരുന്നുണ്ടല്ലോ. എഫ് എന്ന് വരുമ്പോൾ എന്താണ്? ഫ്രണ്ട്സാണ്. അവർ ഫ്രണ്ട്സാണ് എന്നുള്ള ലെവലിൽ ഓർത്ത് വെച്ചാൽ ത്രികക്ഷി സൗഹാർദ്ദമാണല്ലോ, ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. BRF. അപ്പോൾ എഫ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ്, സൗഹാർദ്ദം ആ ലെവലിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. ത്രികക്ഷി സഖ്യമാണെങ്കിലോ ആസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി. ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി ഇവരാണെന്ത് ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ. ത്രികക്ഷി സൗഹാർദ്ദത്തിലാണെങ്കിൽ ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഏതിൻ്റെ പ്രത്യേകതയാണ്? സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഏതിൻ്റെ പ്രത്യേകതയാണ്? തീവ്രദേശീയത, കോളനിവൽക്കരണം, അടിമത്തം ഇവയൊന്നുമല്ല. അപ്പോൾ സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും അതുവഴി സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്തിൻ്റെ പ്രത്യേകതയാണ്? തീവ്രദേശീയതയുടെ പ്രത്യേകതയാണ്.
തീവ്ര ദേശീയതയുടെ പ്രത്യേകത എന്താണ്? സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യും. ഇതാണെന്ത്? തീവ്ര ദേശീയതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. തീവ്ര ദേശീയതയുടെ പ്രത്യേകത എന്താണ്? സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുക. ഇത് രണ്ടുമാണെന്ത്? തീവ്ര ദേശീയതയുടെ പ്രത്യേകത. അപ്പോൾ ഓപ്ഷൻ എ ആണ് തീവ്ര ദേശീയത. അതിൻ്റെ പ്രത്യേകതയാണെന്ത് മുകളിൽ പറഞ്ഞത്. ഈ തീവ്ര ദേശീയതയുടെ ഭാഗമായിട്ട് 3 പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി വരാനുള്ള 3 ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട തീവ്ര ദേശീയ പ്രസ്ഥാനം ഏതാണ്? പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. 3 പ്രസ്ഥാനങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട തീവ്ര ദേശീയ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. നമുക്ക് സ്ലാവ് വംശജർ എന്ന് വരുമ്പോൾ തന്നെ അത് പേരിൽ കണക്ട് ചെയ്യാം. പാൻ സ്ലാവ് പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ സ്ലാവ് വംശജർ എവിടേക്കായിരുന്നു ഉണ്ടായിരുന്നത്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാനാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത്. ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് എന്ത്? പാൻ സ്ലാവ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. എന്തിനു വേണ്ടി? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എന്നിവിടങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത്? പാൻ സ്ലാവ് പ്രസ്ഥാനം ആരംഭിച്ചത്. പാൻ സ്ലാവ് പ്രസ്ഥാനം എന്താണ്? ഒരു തീവ്ര ദേശീയ പ്രസ്ഥാനമാണ്. ഇത് സ്ഥാപിക്കുന്നതിന് പിന്തുണ നൽകിയതാരാണ്? റഷ്യയാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് എന്ത്? പാൻ സ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത്. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗത്തെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തീവ്ര ദേശീയ പ്രസ്ഥാനം ഏതാണ്? മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗത്തെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തീവ്ര ദേശീയ പ്രസ്ഥാനം ഏതാണ്? അതും പേരിൽ നമുക്ക് കിട്ടും. പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്. പാൻ സ്ലാവ് നമ്മൾ നേരത്തെ പഠിച്ചു. സ്ലാവ് വംശജരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റഷ്യയുടെ സഹായത്തോടെ. എന്നാൽ ട്യൂട്ടോണിക് വർഗത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയുടെ സഹായത്തോടെ രൂപീകരിച്ചതാണെന്ത്? തീവ്ര ദേശീയ പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ ട്യൂട്ടോണിക് വംശജർ, പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ജർമ്മനിയുടെ സഹായം. മറ്റേത് സ്ലാവ് വംശജർ, റഷ്യയുടെ സഹായത്തോടെ പാൻ സ്ലാവ് പ്രസ്ഥാനം. ഈ രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലുമായിരുന്നത് മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? ഈ ട്യൂട്ടോണിക് വർഗത്തെ ഏകോപിപ്പിക്കാൻ ജർമ്മനി തീരുമാനിച്ചത്. അതിനുവേണ്ടി രൂപീകരിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ട്യൂട്ടോണിക്, പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനി, സ്ലാവ് പാൻ സ്ലാവ് പ്രസ്ഥാനം റഷ്യ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. 1871 ജർമ്മനി പിടിച്ചെടുത്ത അൾസൈസ് ലോറൈൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസ് ആരംഭിച്ച പ്രസ്ഥാനം. പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, നാസി പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. 1871 ജർമ്മനി പിടിച്ചെടുത്ത അൾസൈസ് ലോറൈൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസ് ആരംഭിച്ച തീവ്രദേശീയ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രതികാര പ്രസ്ഥാനമാണ്. പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രതികാരം ചെയ്യലാണല്ലോ. അപ്പോൾ പ്രതികാര പ്രസ്ഥാനം എന്താണ്? ആരാണ് രൂപീകരിച്ചത്? ഫ്രാൻസ് ആണ്. എന്തിനു വേണ്ടി? 1871 ജർമ്മനി പിടിച്ചെടുത്ത അൾസൈസ് ലോറൈൻ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ. 1871 ജർമ്മനി പിടിച്ചെടുത്ത അൾസൈസ് ലോറൈൻ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഫ്രാൻസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. പാൻ സ്ലാവ് നമ്മൾ പറഞ്ഞു, സ്ലാവ് വംശജരെ ഒന്നിപ്പിക്കാൻ. പാൻ ജർമ്മൻ, ട്യൂട്ടോണിക് വർഗത്തെ ഒന്നിപ്പിക്കാൻ. പാൻ ജർമ്മൻ ജർമ്മനി നേതൃത്വം നൽകി, പാൻ സ്ലാവ് റഷ്യ നേതൃത്വം നൽകി. പ്രതികാര പ്രസ്ഥാനം രൂപീകരിച്ചത് ഫ്രാൻസ് ആണ്. എന്തിനു വേണ്ടി? 1871 ജർമ്മനി പിടിച്ചെടുത്ത അൾസൈസ് ലോറൈൻ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണെന്ത്? പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസ് ആരംഭിച്ചത്. ജർമ്മനിയിൽ നിന്ന് അൾസൈസ് ലോറൻസ് പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഫ്രാൻസ് പ്രതികാര പ്രസ്ഥാനം ആരംഭിച്ചത്.
1871 ജർമ്മനി അൾസൈസ് ലോറൈൻ പ്രദേശങ്ങൾ പിടിച്ചടക്കിയത്. മൊറോക്കൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. മൊറോക്കൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ 5 പ്രസ്താവനകളുണ്ട്. അതിലെ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. മൊറോക്കൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താം. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യസന്ധി ഒപ്പിട്ടു. അതെന്താണ്? ശരിയാണ്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യസന്ധി ഒപ്പിട്ടു. ഈ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ ഫ്രാൻസ് ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. ആ പ്രസ്താവനയും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? 1904 സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടന് അംഗീകരിച്ചു. മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. അതും ശരിയാണ്. മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ മൊറോക്കൻ തീരമായ അഗഡീറിലേക്ക് എന്ത് ചെയ്തു? ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. അവസാനത്തെ പ്രസ്താവന നോക്കാം. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ ഫ്രാൻസിൻ്റെ കോളനിയായ ഏത്യോപ്യയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് വിട്ടു നൽകി. ആ പ്രസ്താവന തെറ്റാണ്. എന്താണ് ഈ ഒരു പ്രസ്താവനയിലെ തെറ്റ്? അപ്പോൾ ഈ മൊറോക്കൻ പ്രതിസന്ധിയായിട്ട് എന്താണ്? ഇതിൻ്റെ അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായി ഫ്രാൻസിൻ്റെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില പ്രദേശങ്ങളാണ് എന്ത് ജർമ്മനിക്ക് വിട്ടു നൽകിയത്, അല്ലാതെ ഏത്യോപ്യയുടെയല്ല. അപ്പോൾ ഫ്രാൻസിൻ്റെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില പ്രദേശങ്ങൾ ജർമ്മനിക്ക് വിട്ടു നൽകിക്കൊണ്ടാണ് എന്ത് ഈ ഒരു മൊറോക്കൻ പ്രതിസന്ധി പരിഹരിച്ചത്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി കാരണം എന്ത് ചെയ്തു? ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത അല്ലെങ്കിൽ വൈര്യം എന്ത് ചെയ്തു? വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മൊറോക്കൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊരു രഹസ്യസന്ധി ഒപ്പിട്ട് അതനുസരിച്ച് എന്ത് ചെയ്തു? ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ ഫ്രാൻസ് ആധിപത്യം ബ്രിട്ടന് അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ജർമ്മനി എന്ത് ചെയ്തു? ഈ ഫ്രാൻസിൻ്റെ ആധിപത്യം അംഗീകരിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് എന്ത് ചെയ്തു? ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്തു? അനുരഞ്ജന ചർച്ച നടന്നു ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ. ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസിൻ്റെ കീഴിലുള്ള ഫ്രാൻസിൻ്റെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില പ്രദേശങ്ങൾ എന്ത് ചെയ്തു? ജർമ്മനിക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് എന്ത് ഈ ഒരു പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ ഇത് വിട്ടുകൊടുത്ത് പ്രശ്നം പരിഹരിച്ചെങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള വൈര്യം വളരാനും ശത്രുത കൂടാനും എന്ത് ചെയ്തു? ഈ ഒരു സംഭവം കാരണമായി. അടുത്തത് ബാൾക്കൻ പ്രതിസന്ധിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ പ്രധാനമായും 1-ാം ലോക മഹായുദ്ധത്തിന് മുന്നോടിയായി 2 പ്രതിസന്ധികളാണ് ഉണ്ടായത്. മൊറോക്കൻ പ്രതിസന്ധി, അത് നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെ ഉണ്ടായത് എന്താണ്? ബാൽക്കൻ പ്രതിസന്ധിയാണ്. പിന്നെ പ്രധാനപ്പെട്ട 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ 3 പ്രസ്ഥാനങ്ങൾ: പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ അതിലെ ബാൾക്കൻ പ്രതിസന്ധിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാൾക്കൻ മേഖല എവിടെയാണ്? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും ഇടയിലുള്ള പ്രദേശമാണെന്ത് ബാൾക്കൻ മേഖല എന്നറിയപ്പെടുന്നത്. ബാൾക്കൻ മേഖല ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ബാൾക്കൻ മേഖല എന്തായിരുന്നു? ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണെന്ത് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ബാൾക്കൻ മേഖല എന്ന് പറഞ്ഞാൽ ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യമാണെന്ത് ബാൾക്കൻ സഖ്യം എന്നറിയപ്പെടുന്നത്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ബാൾക്കൻ സഖ്യത്തിലെ രാജ്യങ്ങൾ ആരൊക്കെയായിരുന്നു? സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ. സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യമാണെന്ത് ബാൾക്കൻ സഖ്യം എന്ന് അറിയപ്പെടുന്നത്. 1913 ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. ഈ പ്രസ്താവന തെറ്റാണ്. 1913 1912 ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന ഇതാണ്. 1913 1912 ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയത്. യുദ്ധ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഈ അഭിപ്രായ വ്യത്യാസം ബാൾക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ഇതാണെന്ത് ബാൾക്കൻ പ്രതിസന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം 1913 ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. 1912 ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം.
അപ്പോൾ എന്താണ് ബാൾക്കൻ പ്രതിസന്ധി എന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് ബാൾക്കൻ പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്ക് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും ഇടയിലുള്ള പ്രദേശമാണ് എന്ത്? ബാൾക്കൻ പ്രദേശം. ഈ പ്രദേശം എന്ന് പറയുന്നത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, അതേപോലെ ബൾഗേറിയ, ഈ 4 രാജ്യങ്ങൾ ചേർന്ന സഖ്യത്തെയാണ് എന്ത്? ബാൾക്കൻ സഖ്യം എന്നറിയപ്പെടുന്നത്. 1912 ഈ ബാൾക്കൻ സഖ്യം, ഈ 4 രാജ്യങ്ങൾ ചേർന്ന ബാൾക്കൻ സഖ്യം എന്ത് ചെയ്തു? തുർക്കികളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അങ്ങനെ യുദ്ധം മുതലുകൾ വീതിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കമാണെന്ത്? ഈ ഒരു അഭിപ്രായ വ്യത്യാസമാണെന്ത് പിന്നെ ബാൾക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചത്. ഇതാണെന്ത്? ബാൾക്കൻ പ്രതിസന്ധി. അപ്പോൾ തുർക്കിയെ തോൽപ്പിച്ച വർഷം 1912 ബാൾക്കൻ സഖ്യം തുർക്കിയെ തോൽപ്പിച്ചത് 1912 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിൻ്റെ 2 വർഷം മുൻപാണ്. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ്. അതിലെ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയ, ജർമ്മൻ സഹായത്തോടെ ഓസ്ട്രിയയും ശ്രമിച്ചു. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ സഹായത്തോടെ ആസ്ട്രിയയും എന്ത് ചെയ്തു? ശ്രമിച്ചു. നമ്മൾ പറഞ്ഞ ബാൾക്കൻ പ്രതിസന്ധിക്ക് ശേഷം ബാൾക്കൻ സഖ്യത്തിലെ അംഗരാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? പരസ്പരം യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? റഷ്യയുടെ സഹായത്തോടെ സെർബിയയും ശ്രമിച്ചു, ജർമ്മനിയുടെ സഹായത്തോടെ ആസ്ട്രിയയും ശ്രമിച്ചു. 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയൻ യുവാവ് ഗാവ്ലോ പ്രിൻസിപ്പ് വെടിവെച്ച് കൊന്നു. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാന സംഭവമാണെന്ത്? ഇത് 1914 ജൂണിൽ എന്ത് ചെയ്തു? ആസ്ട്രിയൻ കിരീടാവകാശി ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയൻ യുവാവായ ഗാവോ പ്രിൻസിപ്പ് വെടിവെച്ച് കൊലപ്പെടുത്തി. 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസിപ്പ് എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നു. എവിടെ വെച്ചായിരുന്നു? ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ചായിരുന്നു എന്ത്? ഓസ്ട്രേലിയൻ കിരീടാവകാശിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ 1914 ജൂണിൽ ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായിരുന്ന ഗാവ്ലോ പ്രിൻസിപ്പ് എന്ത് ചെയ്തു? ഓസ്ട്രേലിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇതിനെ തുടർന്ന് 1914 ജൂലൈ 28 സെർബിയ ഓസ്ട്രേലിയക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 1914 ജൂലൈ 28 ഡേറ്റ് കറക്റ്റാണ്. പക്ഷേ സെർബിയ ഓസ്ട്രേലിയക്ക് മേലല്ല, ഓസ്ട്രിയ സെർബിയക്ക് മേലെയായിരുന്നു എന്ത്? യുദ്ധം പ്രഖ്യാപിച്ചത്. കാരണം ഓസ്ട്രേലിയൻ കിരീടാവകാശിയാണ് കൊല്ലപ്പെട്ടത്, സെർബിയൻ യുവാവാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതിന് പിന്നിൽ സെർബിയയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് എന്ത്? ഓസ്ട്രിയ സെർബിയക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പോൾ 1914 ജൂലൈ 28 എന്ത്? ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. എങ്ങനെ? ഓസ്ട്രിയ സെർബിയക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ജൂലൈ 28 ഓസ്ട്രിയ സെർബിയക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന സെർബിയ ഓസ്ട്രിയക്ക് മേൽ എന്നുള്ളതാണ്. അത് നേരെ തിരിച്ചാണ്. ഓസ്ട്രിയ സെർബിയക്ക് മേലാണ്. എന്താണ് കാരണം? ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ 1914 ജൂണിൽ ബോസ്നിയൻ തലസ്ഥാനമായിരുന്ന സാരയാവോയിൽ വെച്ച് ഒരു സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസിപ്പ് വെടിവെച്ച് കൊന്നു. ഇതിൻ്റെ പേരിലാണ് 1914 ജൂലൈ 28 ഓസ്ട്രിയ എന്ത് ചെയ്തു? സെർബിയക്ക് നേരെ അല്ലെങ്കിൽ സെർബിയക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചത്. തങ്ങളുടെ കിരീടാവകാശിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ സെർബിയയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഓസ്ട്രിയ സെർബിയക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചത്. 1914 ജൂലൈ 28. 1914 ജൂലൈ 28. 1914 ജൂണിലാണ് കൊല്ലപ്പെട്ടത്. ജൂലൈ 28 എന്ത്? യുദ്ധം പ്രഖ്യാപിച്ചത്. ഇതാണെന്ത്? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെ 2 രാജ്യങ്ങളുടെ പിന്നിലും അതുമായി ബന്ധപ്പെട്ട സഖ്യശക്തികൾ അണിനിരന്നതുകൊണ്ട് അതൊരു ലോകയുദ്ധമായി മാറി. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം ഏതാണ്? 1914, 16, 14, 18, 14, 19, 39, 45. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1914 മുതൽ 18 വരെ. 1918 എന്ത്? ഒന്നാം ലോക മഹായുദ്ധം
അവസാനിച്ചത്. യുദ്ധം ആരംഭിക്കുന്നത് 1914, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ്. ജൂലൈ 28-ന് ഓസ്ട്രിയ സെർബിയക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. 1914 മുതൽ 18 വരെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമെന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടന, ത്രികക്ഷി സൗഹാർദ്ദം, സർവ്വരാഷ്ട്ര സഖ്യം, സമാധാന സഖ്യം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നാഷൻസ് ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന. ഈ സംഘടന ഒരു പരാജയമായിരുന്നു. അതിനെ തുടർന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം UNO, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന എന്ന് പറയുന്നത് ലീഗ് ഓഫ് നാഷൻസ് അല്ലെങ്കിൽ സർവ്വരാഷ്ട്ര സഖ്യമായിരുന്നു. ഓപ്ഷൻ സി ആയിരുന്നു. എന്നാൽ അതിനുശേഷം അതൊരു പരാജയമായിരുന്നു. അതിനെ തുടർന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്, UNO നിലവിൽ വന്നത്. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളും സംവിധായകരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കണം. താഴെ 3 ജോഡികൾ തന്നിട്ടുണ്ട്. എന്ത് ജോഡിയാണ്? ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ചലച്ചിത്രങ്ങളും അവ സംവിധാനം ചെയ്ത സംവിധായകരും തമ്മിലുള്ള ജോഡിയാണ്. അതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തത് ഗ്രാൻഡ് ഇല്യൂഷൻ. സിനിമയുടെ പേര് ഗ്രാൻഡ് ഇല്യൂഷൻ. യാങ് റന്നെ, സംവിധായകൻ യാങ് റന്നെ. അതെന്താണ്? ശരിയാണ്. ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? യാങ് റന്നെയാണ്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, ലെവിസ് മൈൻസ്റ്റോൺ. അതും എന്താണ്? ശരിയാണ്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ലെവിസ് മൈൻസ്റ്റോൺ ആണ്. പാത്ത് ഓഫ് ഗ്ലോറി സ്റ്റാൻലി കുബ്രിക്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ 1, 2, 3 ഈ 3 ജോഡിയും എന്താണ്? ശരിയാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ 1, 2, 3 എന്നിവ എന്നാണ് ഉത്തരം വരിക. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധി ചലച്ചിത്രങ്ങൾ വന്നു. അപ്പോൾ അതിലെ 3 പ്രധാനപ്പെട്ട ചിത്രങ്ങളും അതിൻ്റെ സംവിധായകരും ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന ചിത്രം നിർമ്മിച്ചത് യാങ് റന്നെയാണ്. ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് യാങ് റന്നെയാണ്. അതുപോലെ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ലെവിസ് മൈൻസ്റ്റോൺ ആണ്. ലെവിസ് മൈൻസ്റ്റോണിൻ്റെ ചലച്ചിത്രം ഏതാണ്? ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. പാത്ത് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് ആരാണ്? പാത്ത് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക് ആണ്. അപ്പോൾ സ്റ്റാൻലി കുബ്രിക്കിൻ്റെ ചിത്രം ഏതാണ്? പാത്ത് ഓഫ് ഗ്ലോറി. ഗ്രാൻഡ് ഇല്യൂഷൻ യാങ് റന്നെ. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ലെവിസ് മൈൻസ്റ്റോൺ. പ്രധാനപ്പെട്ട 3 ചലച്ചിത്രങ്ങളും അതിൻ്റെ സംവിധായകരുമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യം ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയം കൈവരിച്ച സഖ്യം ഏതാണ്? ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം ഇവയൊന്നുമല്ല. ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം ഇവയൊന്നുമല്ല. ഏതാണ് ഉത്തരം? ത്രികക്ഷി സൗഹാർദ്ദമാണ്. ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പഠിച്ചതാണ് BRF. ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് അടങ്ങുന്ന സഖ്യമാണെന്ത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത്. ജർമ്മനി, ഹംഗറി, ഓസ്ട്രിയ അതുപോലെ ഇറ്റലി ഉൾപ്പെടുന്ന സഖ്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അപ്പോൾ ത്രികക്ഷി സഖ്യമാണ് പരാജയപ്പെട്ടത്. ത്രികക്ഷി സൗഹാർദ്ദമാണെന്ത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത്. ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ BRF ആണ്. ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്. എഫിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സൗഹാർദ്ദം ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ BRF ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് അടങ്ങുന്ന ത്രികക്ഷി സൗഹാർദ്ദമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത്. 1919 സമാധാന സമ്മേളനം ചേർന്നത് എവിടെയാണ്? 1919 സമാധാന സമ്മേളനം ചേർന്നത് എവിടെയാണ്? ഒന്നാം ലോക മഹായുദ്ധം നമുക്കറിയാം 1918 അവസാനിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? യുദ്ധാനന്തര സാഹചര്യങ്ങളും അതുപോലെ ലോകത്തിൻ്റെ സമാധാനങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു യോഗം ചേർന്നു. അതാണ് 1919 സമാധാന സമ്മേളനം എന്ന് പറയുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? യുദ്ധത്തിൽ വിജയിച്ച ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യങ്ങളായ ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമാധാന സമ്മേളനം നടന്നത്. അത് 1919 ഈ സമാധാന സമ്മേളനം നടന്നത്. എവിടെയാണ് ഈ സമാധാന സമ്മേളനം നടന്നത്?
ലണ്ടൻ, പാരീസ്, ന്യൂയോർക്ക്, ബെർലിൻ. ലണ്ടൻ, പാരീസ്, ന്യൂയോർക്ക്, ബെർലിൻ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, പാരീസാണ്. ഫ്രാൻസിലെ പാരീസിലാണ് 1919 സമാധാന സമ്മേളനം ചേർന്നത്. ആരുടെ നേതൃത്വത്തിൽ? ത്രികക്ഷി സൗഹാർദ്ദത്തിൻ്റെ നേതൃത്വത്തിൽ. പാരീസിലാണ്, ഫ്രാൻസിലെ പാരീസിലാണ് 1919 സമാധാന സമ്മേളനം ചേർന്നത്. ത്രികക്ഷി സൗഹാർദ്ദം ജർമ്മനിയുമായി ഒപ്പുവെച്ച വേഴ്സായ് ഉടമ്പടി അല്ലെങ്കിൽ വേഴ്സായ് സന്ധിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. നമുക്കറിയാം 1919 സമാധാന സമ്മേളനം അവർ വിളിച്ചു ചേർത്തു എന്ന് പറഞ്ഞു. അതിലെന്ത് ചെയ്തു? അവർ ഓരോ രാജ്യക്കാരുമായിട്ട് ഓരോ സന്ധി വെച്ചു. അങ്ങനെ ജർമ്മനിയുമായി വെച്ച സന്ധിയാണെന്ത്? വേഴ്സായ് സന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ വേഴ്സായ് സന്ധിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ത്രികക്ഷി സൗഹാർദ്ദവും ജർമ്മനിയുമായി ഒപ്പിട്ട കരാറാണെന്ത്? വേഴ്സായ് സന്ധി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഒന്നാമത്തേത് നോക്കാം. 1918 വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധനഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 1918 വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന പ്രസ്താവനയാണ് തെറ്റ്. 1918 1919 വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത്. 1919 ഈ സമാധാന സമ്മേളനം നടന്നത്. അതിനുശേഷമാണ് വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ 1919 വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത്. 1918 പ്രത്യേകത എന്താണ്? ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷമാണ് 1918. എന്നാൽ വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത് അതിനും ഒരു വർഷത്തിന് ശേഷം 1919 വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത് 1918 19 അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്. അപ്പോൾ വേഴ്സായ് ഉടമ്പടി പ്രകാരം എന്താണ്? ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ എന്ത് ചെയ്തു? ഈ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ കക്ഷികൾ വീതിച്ചെടുത്തു. ജർമ്മനിയുടെ കീഴിലുണ്ടായിരുന്ന കോളനികൾ മുഴുവൻ ഈ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ കക്ഷികൾ വീതിച്ചെടുത്തു. അതുപോലെ യുദ്ധനഷ്ടപരിഹാരമായിട്ട് വൻ തുക എന്ത് ചെയ്തു? ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. യുദ്ധ നഷ്ടപരിഹാരമായിട്ട് എന്ത് ചെയ്തു? ജർമ്മനിയിൽ നിന്ന് വൻ തുക നഷ്ടപരിഹാരം ഈ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ സഖ്യകക്ഷികൾ നേടിയെടുത്തു. അത് വൻ തുക ജർമ്മനിക്ക് നൽകേണ്ടതായിട്ട് വന്നു. അതുപോലെ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ എന്ത് ചെയ്തു? ഈ സഖ്യകക്ഷികൾ കൈക്കലാക്കി. അതുപോലെ എന്ത് ചെയ്തു? യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ചെയ്തു. അപ്പോൾ സമ്പന്നമായ ഖനികൾ കൈക്കലാക്കി. അതിന് പുറമെ യുദ്ധത്തിൻ്റെ കുറ്റം മുഴുവൻ എന്ത് ചെയ്തു? ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ചെയ്തു. അപ്പോൾ 1919 വേഴ്സായ് ഉടമ്പടിയിലെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വേഴ്സായ് ഉടമ്പടി പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. നഷ്ടപരിഹാരമായി വൻ തുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ എന്ത് ചെയ്തു? സഖ്യകക്ഷികൾ കൈക്കലാക്കി. യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ചെയ്തു. 1919 വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ ഈ ഒരു വേഴ്സായ് ഉടമ്പടി ജർമ്മനിയെ സംബന്ധിച്ച് എന്താണ്? ഒരു വൻ ക്ഷീണം എന്ന് പറഞ്ഞാൽ ജർമ്മനിയെ സംബന്ധിച്ച് നഷ്ടങ്ങളുള്ള ഒരു ഉടമ്പടിയായിരുന്നു വേഴ്സായ് ഉടമ്പടി. ഇതിനെതിരെയുള്ള വിരോധം ജർമ്മനിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത്. 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.